ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നത്. അതായത് നമ്മളെ ഗ്രൂപ്പിൽ ഡ്രീം ക്രിയേറ്റിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മീറ്റപ്പ് ഒരു മാസത്തോളമായി അവർ ഡേറ്റൊക്കെ കൺഫേം ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് തീരുമാനിച്ചത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മൊമെൻ്റ് ഒക്കെ റെഡിയാക്കി വെച്ചതല്ലേ, ആളെ പേരെടുത്തിട്ട് ഇത്ര ആൾക്കാരെ. അപ്പം പോകാൻ പറ്റുമോ ഇതൊന്നും എനിക്കറിയില്ലല്ലോ. എനക്കാണെങ്കിൽ ഭയങ്കര പൂതി പോകാൻ വേണ്ടിയിട്ട്. തലേന്നല്ലേ എനിക്ക് പിന്നെ അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് പോകാൻ പൂതി വന്നാൽ പിന്നെ അവിടെ പോയേ പറ്റൂ. പോകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ലോകം ഇടി പറഞ്ഞാലും ഞാൻ പോകില്ല. അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ തലേന്ന് രാത്രി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ച് ഞാൻ പോട്ടെ എന്ന്. ഞാൻ വിചാരിച്ച് ഇത്രയും ലോങ് ആയതുകൊണ്ട് ഓറ് സമ്മതിക്കൂലെന്ന്. പിന്നെ ഓറ് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുമെന്ന് പറഞ്ഞു. പിന്നെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു തണക്കുന്ന ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമൊന്നുമില്ല കൂടുന്നത്. എങ്ങനെയാണ് പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്തായാലും ട്രെയിനല്ലേ പോവുക, വണ്ടി അതായത് കാറ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടുന്ന് ട്രെയിൻ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പെട്ടെന്നുള്ള പരിപാടിയാണ്. പിന്നെ ഗ്രൂപ്പ് അഡ്മിനോട് നമ്മൾ എന്തായാലും പറയണം. പിന്നെ അവർ ഇത്ര എന്നുള്ളൊരു കണക്കിലെടുത്ത് വെച്ചല്ല. അപ്പം ഞാൻ അന്നേരം തന്നെ ഗ്രൂപ്പ് അഡ്മിനോട് പറഞ്ഞ്. അപ്പോൾ അവരും പറഞ്ഞു എന്നാൽ വാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോകുമ്പോൾ എന്തായാലും ആ മൊമെൻറ്റും കൂടി വാങ്ങിക്കണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ച് അതുണ്ടാവും ഇന്ന്. അന്നേരം അവർ പറഞ്ഞു ഉണ്ട് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തേ. പിന്നെന്താ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ 6:30 മണിക്കാണ് ഇറങ്ങിയത്. 4:30 മണിക്ക് എണീറ്റിട്ടുണ്ട്, കുളിച്ച് മാറ്റി ഫ്രഷായി. മക്കളെ ഞാൻ കൂട്ടിയിട്ടില്ല, പെട്ടെന്നുള്ളൊരു തീരുമാനമല്ല. പിന്നെ അതുമല്ല അങ്ങനെ മക്കളെ വീട്ടിലാക്കി സൺഡേ ആണ്. പിന്നെ അപ്പുറം ഉമ്മ ഉണ്ടല്ല എൻ്റെ വീട്ടിൻ്റെ. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരാക്കിയിട്ടാണ് പോകുന്നുണ്ട്. എല്ലാം പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു. എനിക്കൊരു പൂതി വന്നാൽ പിന്നെ അങ്ങ് പോക്കാന്ന്. അങ്ങനെ ഞാൻ എത്തുന്ന മുമ്പേ അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ടിക്കറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി വേഗം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. പിന്നെ കോഴിക്കോട് വരെ ട്രെയിനുള്ളൂ. ഈ ഒരു പരിപാടി നടക്കുന്നത് പെരിന്തൽമണ്ണയിലെ, എനിക്ക് ആ സ്ഥലമൊന്നും അറിയില്ലേ, കേട്ട് പരിചയം പോലും ഇല്ല. മലപ്പുറത്താറ്റാന്ന് തോന്നും. പിന്നെ വല്ലതും കഴിക്കണ്ടേ. അങ്ങനെ എന്ത് ചെയ്ത് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. അതിൻ്റെ കൂടെയുള്ളവർ കിട്ടിയപ്പം പിന്നെ അവരെന്താണ് കഴിച്ചത്, വെള്ളപ്പൊക്കെ അവർ കഴിച്ചു. അവർക്ക് വേണ്ടത് അവർ കഴിച്ചു. അങ്ങനെയാണ്. എനിക്ക് പിന്നെ പൊറോട്ട മതിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേശമായിട്ട് ഒരു ചായയും ഒരു മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ചങ്ങായിമാരെല്ലാമായിട്ട് പോകുമ്പോൾ. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും കൂടുമ്പോഴേ കിട്ടും. മീറ്റപ്പൊക്കെ ഇടക്കിടക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇത്ര ലോങ് അല്ലേ. കണ്ണൂരെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് അവരോട് ഇനി നിങ്ങൾ കണ്ണൂരെല്ലാം വെക്കുന്നു. പക്ഷെ എന്തായാലും അവരങ്ങോട്ടേക്ക് വെക്കും, കോഴിക്കോട് മലപ്പുറത്തല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മന്ത് മെഗാ മീറ്റപ്പ് നടക്കുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, കൺഫേം ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തേ. പിന്നെ നമ്മൾ അവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 1 മണിയോളമായിട്ടുണ്ട്. നല്ല അടിപൊളി പരിപാടി. അപ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ ഈ ഒരു നിമിഷം അനുഭവിച്ചറിയുന്നുണ്ട്. കാരണം ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും പരിചയമുള്ളവർ, പരിചയമില്ലാത്തവരൊക്കെ നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ കേട്ടോ. എവിടെ എണീക്കും, കാരണം അവർക്ക് അതിൻ്റെ ടൈമുണ്ട് എല്ലാത്തിനും. ഇവരെന്താണോ പേപ്പറിൽ വാങ്ങുന്ന ഇതായല്ലേ. കേക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഹോട്ടലിൽ 2 വർഷത്തോളമായി ഇതെത്തിക്കുന്നുണ്ട്. എനക്കൊന്നും കാണിക്കാൻ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഫുഡിനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അതൊന്നുമല്ല. കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഈ ബിരിയാണിനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർ സദ്യയാക്കിയിരിക്കും. അടിപൊളി റെസ്റ്റോറൻറ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടോ. പായസം ഒന്നും പറയാനൊന്നുമില്ല. നല്ല സൂപ്പർ പായസം, നല്ല രസമുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക സദ്യ. ഞാൻ അങ്ങനെ സദ്യ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.
ടീച്ചർമാർക്കൊക്കെ അറിയാം. എല്ലാവർക്കും നമസ്കാരം. പിറകില് സദ്യയും കൂടെ വിളമ്പിയത് കൊണ്ട് ഞാനിനി ഒട്ടും ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. വളരെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന മനോഹരമായ ഒരു ഉത്സവം, ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. തൊപ്പം വേണമെന്ന് പറയണേ. സുബി ആടി ഇരിക്കുമോളെ. ഇവരാണ് നമ്മളെ ഗ്രൂപ്പ് അഡ്മിന്, സുർമി, സുബി, പിന്നെ സബി. വേറെ ആളും കൂടിയുണ്ട്. എനിക്ക് പിന്നെ ഇവരെ മൂന്നാളാണ് നല്ല പരിചയം. അങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളെ ഇവരുണ്ടായിരുന്നു, സെലിൻ താത്ത എന്ന് പറയുന്നില്ലേ, വൈറൽ സെലിൻ താത്ത, ഓറുണ്ട്. നേരിട്ട് കാണുമ്പോൾ ആളടിപൊളി തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, നല്ല തന്നെയാണ്. മാഷാ അല്ലാ, എല്ലാവരും നല്ല തന്നെയപ്പം. നമ്മളെ സിലിൻ്റെ അത് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അവർ മാത്രമല്ല വേറെയും കുറേ പേരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ എല്ലാം എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൊടുക്കാനും പറ്റില്ലല്ലോ. മ്യൂസിക് കൊടുത്താൽ എന്തായാലും നമ്മുടെ വീഡിയോസിന് കോപ്പിറൈറ്റ് വരും. പിന്നെ വെറുതെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതാണ്. പിന്നെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു അവസരം പോകാനുള്ളത് കിട്ടൂല അല്ലേ. ഇപ്പോൾ ഒരേപോലെ അല്ലല്ലോ. പിന്നെ ലോങ്ങല്ലേ. പിന്നെ കണ്ണൂർ, പിന്നെ അവരെന്തായാലും കണ്ണൂർ വെക്കാൻ നമ്മൾ പറ്റണ്ടേ, എന്താണെന്നറിയില്ല. പിന്നെ കൂടുതൽ ആൾക്കാരും അങ്ങോട്ടായി വരുന്നത്, മലപ്പുറം ആ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് അവർ അങ്ങോട്ടായി മീറ്റപ്പെല്ലാം വെക്കും, കോഴിക്കോടും. അങ്ങനെ വേറെ എന്താ, പിന്നെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ വേറെ എന്താളി, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കമൻറ്റെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളി. ഞാൻ ആദ്യമായിട്ടുള്ള സ്റ്റേജ് ഒക്കെ ഇരുന്നപ്പോൾ ആ ഒരു എന്താ പറയുക, പേടിയല്ല, എന്തെല്ലോ ഒരു ബേജാറ് പോലെല്ലാം ഉണ്ട്. ആദ്യമായിട്ടില്ലേ. അങ്ങനെ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാറിൽ 5 പേരുണ്ട്. നമ്മൾ 5ആളും, പിന്നെ കുലാളി, മാഹി, പിന്നെ വേറെ എന്താ ബാക്കി എല്ലാവരും കണ്ണൂരാണ്. ബുള്ളറ്റ് മനോക്കിയാണ് കൂടെ ഉള്ളത്. മനോക്ക് പറഞ്ഞ് എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്, ഞാൻ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറക്കാമെന്ന്. പക്ഷെ നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടില്ല. ഓറുള്ളത് കൊണ്ടാണ് നമ്മൾ വേഗം എത്തിന്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് താമസിക്കും കേട്ടോ. അങ്ങനെ മനോക്കൊക്കെ പറഞ്ഞ്, പിന്നെ ബുള്ളറ്റ് മനോക്കൊക്കെ അറിയില്ലേ, സെലീൻ താത്തന്നെ വൈറലാക്കിയ ഒരാൾ. അങ്ങനെ ഓറ്